നമ്മുടെ നാടിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ബിസിനസ് രീതി ഒരുപക്ഷെ ഡയറക്ട് സെല്ലിംഗ് ആണ്. അത് തന്നെ ഒരുപാട് കമ്പനികളും ഒരുപാട് സിസ്റ്റങ്ങളും നിലനിൽക്കുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകുന്നത് അത് ഒരു ലക്ഷണമാണ്. അത് വിജയകരമാണ് എന്നതിന്റെ ലക്ഷണമാണ്. വളരെ പോപ്പുലറായി വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം. അതിലെ പ്രത്യക്ഷവും പരോക്ഷവുമായ പാർട്ടുകൾ അതെല്ലാം മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാകുമ്പോൾ, ഉദാഹരണത്തിന് പ്രൊഡക്റ്റുകളുടെ മൂല്യങ്ങൾ, സർവീസ് രീതി, ഒരു കൺസ്യൂമർക്ക് കിട്ടേണ്ട, ഒരു കസ്റ്റമറിന് കിട്ടേണ്ട പ്രധാന മൂല്യങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം ഒരു സമൂഹത്തിന്റെ മുൻനിരയിൽ വരുന്നത് അതിന്റെ വിജയിക്കാൻ ആവശ്യമായ പ്ലാനുകളുടെയും മറ്റ് പ്രധാന ഘടകങ്ങളുടെയും ഒക്കെ വിജയം എന്തായിരിക്കണം എന്നത് അതിൽ ഒത്തുചേർന്നിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് ഒരു സിസ്റ്റം മുന്നിൽ വരുന്നതിന്റെ അടയാളം. പോപ്പുലറായി മുന്നിൽ നിൽക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഒരു ലക്ഷണം. അതേ സമയത്ത് ലാഭം മാത്രം മുന്നിൽ നിൽക്കുകയും അതിൽ പോപ്പുലർ ആകാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെതായ പരാജയ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഇടൺ ഭാഗങ്ങളുണ്ട് എന്നതിന്റെ സൂചനയാണ്. ഇവിടെ നാം ഈ ഇടപെടുന്ന ഈ ബിസിനസ് സംവിധാനത്തെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ടാക്സ് നിയമം ലംഘിക്കുകയോ അതല്ലെങ്കിൽ മത നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്യാതെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളെല്ലാം കൊണ്ടു നടക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. മൈ ലൈഫിൽ ഞാൻ കണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതിലെ പ്രൊഡക്റ്റുകൾ അത് മൂല്യമുള്ള പ്രൊഡക്റ്റുകളാണ്. ഒന്ന്. രണ്ട്, അതായത് സമൂഹത്തിൽ ഒരു ബിസിനസ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കഴിയേണ്ട ഒരു വിഷയമാണത്. പ്രൊഡക്റ്റുകൾ മൂല്യമുള്ളതാവുക, നിലവാരമുള്ളതാവുക. ഏതൊരു ഉദ്യോഗസ്ഥന്റെ മുമ്പിലും ഏത് വിദ്യാഭ്യാസമുള്ള ഒരാളുടെ മുമ്പിലും ഈ പ്രൊഡക്റ്റ് നിലവാരമുള്ളതാണെന്ന് പറയാൻ വിത്ത് എവിഡൻസ്, അത് തെളിവ് സഹിതം പറയാൻ കഴിയുക. ഒന്ന്. രണ്ട്, ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരാൾക്കും അയാളുടെ സമ്പത്തിനോ അയാളുടെ സമയത്തിനോ പരുക്കേൽക്കാതെ ഈ ബിസിനസ് ചെയ്യാൻ കഴിയുമെന്നത് ഞാൻ ഇതിനെ സെലക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കാരണമാണ്. മൂന്ന്, നമുക്ക് പരസ്പരം ഒരാളുടെ കയ്യിലുള്ള മൂല്യങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും കൂടി ഒരു ഗ്രൗണ്ടായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ ബിസിനസ്. അങ്ങനെ ആകുമ്പോൾ അതൊരുപാട് നേട്ടങ്ങൾ പരസ്പരം കൈമാറാൻ അത് ഉപകരിക്കും. ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ബെൽനിസാറുമായി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെൽനിസാറുടെ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പുലർത്തുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ ഇപ്പൊ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരാൾ ബിസിനസ്സിൽ വന്നാൽ അയാൾക്ക് മദ്യപാനം ഉണ്ടെങ്കിൽ ഈ മദ്യപാനം എങ്ങനെ അവസാനിപ്പിക്കാം എന്നത് വളരെ തന്ത്രപൂർവം ആലോചിക്കുകയും അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു. ഒരാളിൽ കുടുംബ ശൈഥില്യം ഉണ്ടെങ്കിൽ, കുടുംബത്തിൽ പെരുമാറ്റ ദൂഷ്യമോ അല്ലെങ്കിൽ പരസ്പര പെരുമാറ്റം ഉണ്ടെങ്കിൽ വളരെ തന്ത്രപൂർവം അത് സമർത്ഥമായി പറഞ്ഞ് പഠിപ്പിച്ചൊരു സമൂഹത്തെ പഠിപ്പിച്ച് അവരെ ആകൃഷ്ടരാക്കി എടുക്കാൻ കഴിയുന്നു. ഇതൊക്കെ ഇതിന്റെ ഞാൻ കണ്ട ഗ്രൗണ്ടിന്റെ ഒരു ഉദാഹരണമാണ്. ഇതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനോട് സന്തോഷം കാണിക്കുകയും ചെയ്യാനുള്ള കാരണം. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രഭാത സദസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉണർത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലൊന്ന് നമ്മുടെ എത്തിക്സ് ആണ്. ബിസിനസ് എത്തിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, മനഃശാസ്ത്രം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യസന്ധത ഉണ്ടാവുക എന്നാണ്. ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട്, ഞാൻ ഒരിക്കലൊരു മാസത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരു വിദേശ യാത്ര നടത്തിയപ്പോൾ അതിൽ വെച്ച് ഒരാൾ എന്നോട് വളരെ സങ്കടം പറഞ്ഞു. എൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് ഒരു സുഹൃത്ത് പരാതി പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തോട് ഈ വിഷയം ഉണർത്തുമോ, വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ന്യൂനത എന്നോട് പറഞ്ഞു. ചെറിയ ന്യൂനത അല്ല, ഒരു പ്രയാസകരമായ ഒരു വിഷയം. ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ പോകുന്നത് ശരിയാണോ? തെറ്റായ കാര്യങ്ങൾ, നമ്മൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ? അപ്പൊ അദ്ദേഹം എന്നോട് അതിന് പറഞ്ഞ മറുപടി, ഇവിടെ നമ്മുടെ ലക്ഷ്യം സമ്പാദിക്കലാണ്.
സമ്പാദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ പിന്നെ ശരിയും തെറ്റും നോക്കുക എന്നത് അത്ര പ്രായോഗികമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇങ്ങനെ സമ്പാദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് വളരെ ദയനീയമാണ്. പകരം അവിടെ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ കഴിയുക എന്നത് ഒരാളുടെ ബിസിനസ് എത്തിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരാൾ ഈ മൂല്യങ്ങൾ നിരാകരിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ് പരാജയപ്പെടും. അത് എങ്ങനെ ആയാലും, അതായത് ഏതർത്ഥത്തിലാണെങ്കിലും ആ ബിസിനസ് പരാജയപ്പെടും. ഒന്ന്, കസ്റ്റമേഴ്സ് ഒരിക്കലും അദ്ദേഹത്തെ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തെ തിരിച്ചറിയുകയും അദ്ദേഹത്തിൽ നിന്ന് അകലുകയും ചെയ്യും. പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മള് സത്യസന്ധത പുലർത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ കസ്റ്റമർക്ക് അവരുടെ സമയം നഷ്ടപ്പെടാൻ പാടില്ല, അവരുടെ സമ്പാദ്യം നഷ്ടപ്പെടാൻ പാടില്ല, അവരുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി നാം വെച്ച് പുലർത്തിയാൽ തീർച്ചയായും ആ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് വികസിക്കും. ഈ ഫാസ്റ്റ് ആയിട്ട് വികസിക്കുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു റൂൾ നമുക്ക് പാലിക്കാവുന്നതാണ്. സ്ലോ ഈസ് ഫാസ്റ്റ്. സ്ലോ ഈസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മള് ഒരു ധൃതി പിടിക്കാതെ സാവകാശം കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധരാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് അതിന്റെ വളർച്ച ഉയരങ്ങളിലേക്ക് എത്താൻ അത് സഹായകമാകും. ഇവിടെ ധൃതി പിടിച്ച് നമ്മളൊരാളെ വഞ്ചിക്കുകയോ, ഒരാൾക്ക് നമ്മളെ മുഖേന നഷ്ടങ്ങൾ ഉണ്ടാവുകയോ, ഒരാൾക്ക് നമ്മളെ മുഖേന എന്തെങ്കിലും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്താണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മുടെ തകർച്ചക്ക് കാരണമാകും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മളോട് ഒരാൾ സംസാരിക്കുന്ന ആൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ, നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്, അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യത ഉണ്ട്. എനിക്ക് സംസാരിക്കാൻ നല്ല സാമർഥ്യമുണ്ട്. ഈ സാമർഥ്യം ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ചാൽ എനിക്ക് ഇപ്പോൾ ഒരു 50 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ അല്ലെങ്കിൽ 200 രൂപയുടെ റീറ്റെയിൽ ഇൻകം കിട്ടും ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന്. അദ്ദേഹം ഇത് വാങ്ങിയാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പോകുന്നില്ല. എന്റെ സാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിബന്ധം കൊണ്ടോ തൽക്കാലമായി അദ്ദേഹം ഇത് വാങ്ങുകയാണ് എങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കാനോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാനോ സാധ്യതയില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുക. ഇങ്ങനെയുള്ള സാധ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രൊഡക്റ്റ് നിങ്ങളിത് വാങ്ങണ്ട എന്ന് പറയാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അതേസമയത്ത് കൃത്യമായ ഇൻഫർമേഷൻ നമ്മൾ നൽകണം. ഏതൊരാൾക്കും അവർക്ക് ഈ വിഷയത്തിലെ കൃത്യമായ ഇൻഫർമേഷൻ, ഇതിന്റെ ഉപകാരങ്ങൾ, ഇതിന്റെ നിലവാരം, അത്തരം സംഗതികൾ നമ്മൾ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റ് അതിന്റെ ട്രിക്കുകളും അതിന്റെ റണ്ണിങ് സ്റ്റൈലൊക്കെ, അതിന്റെ നടത്തിപ്പ് രീതിയൊക്കെ നിരന്തരം ഇവിടെ വരുന്നതാണ്. അതായത് എങ്ങനെയാണ് ഒരാളെ ഇൻവിറ്റേഷൻ ചെയ്യേണ്ടത്, ഒരാളെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, അതിന്റെ വിശദീകരണങ്ങൾ, പ്രസന്റേഷൻ നൽകേണ്ടത് എങ്ങനെയാണ്, പ്രസന്റേഷൻ നൽകിയിട്ട് അതിന്റെ CTA, കോൾ ടു ആക്ഷൻ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് കോൾ ടു ആക്ഷനിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഇതൊരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പോലും അതിന്റെ കൂടെ ഇതുകൂടി മനസ്സിലാക്കിയാൽ നമുക്കത് വലിയ വളർച്ച ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരുപക്ഷെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ലെങ്കിലും അദ്ദേഹം അടുത്തൊരു ദിവസം ഒരു പ്രൊഡക്റ്റ്, ഈ പറയപ്പെട്ട പ്രൊഡക്റ്റിനെ കുറിച്ച് വല്ല ആവശ്യകതയും വരുമ്പോൾ അയാൾ ആദ്യം ഓർക്കുക ഈ സംസാരിച്ച എന്നെയാണ്. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയാം. ഞാനിപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ, വേസ്റ്റ് ഒരുപക്ഷെ ലൈഫ് ഈ കമ്പനിയിലെ ഒരു പ്രധാന ഒരു ഐക്കണാണെന്നൊക്കെ വേണം ചിലപ്പോൾ പറയാൻ പറ്റും. എല്ലാവരുടെയും പെട്ടെന്ന് ക്ലിക്ക് ആകുന്ന ഒരു സംഭവമാണ് വേസ്റ്റ്. ഒരു തവണ വേസ്റ്റ് കിട്ടിയാൽ അവർ പിറ്റത്തെ തവണ ചോദിക്കും ആ വേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇതുപോലെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് കഫ്നിൽ. കഫ്നിലാകുമ്പോ നമുക്ക് ഇന്ന് നമ്മുടെ ഈ കേരളീയ സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് കഫം, ബാക്ടീരിയ സാന്നിധ്യം ഉണ്ടാവുകയും അതിൽ ചെറിയൊരു പരുക്കുണ്ടായാൽ അത് ആദ്യം സ്വാധീനിക്കുക തൊണ്ടയെയാണ്. അതായത് ഫാരിങ്സ് ലാരിങ്സിനെ സ്വാധീനിക്കും.
ഇതുപോലെ മറ്റൊന്നാണ് ബ്രങ്കിസിനെ സ്വാധീനിക്കും. ബ്രങ്കിനെ സ്വാധീനിക്കുമ്പോൾ അത് ലങ്സിനെ ബാധിക്കും. ഇതൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന അസുഖമാണ്. അത് പ്രയാസം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ ബുദ്ധിമുട്ട് പരിക്കില്ലാതെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കഫ്. കഫ് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പൊ അത് ഒരാൾക്ക് ഞാൻ ആവശ്യമില്ലാതെ കൊടുക്കുന്നതിന് പകരം ഞാൻ അയാളോട് പറയും ഇത് നല്ലതാണ്. അപ്പോൾ അയാൾ ഇത് വാങ്ങൂല. പിന്നെ അയാൾ കാണുന്നത് ഒരു കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ്. അയാളുടെ നാട് വടകരയാണ്. അയാൾ ഇപ്പൊ പോകുന്നത് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതോ സ്ഥലത്തേക്കോ പോവാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വരും. ഇപ്പൊ കൊടുത്താൽ അയാൾക്ക് അത് ഉപകരിക്കൂല, അത് വഴിയിൽ നഷ്ടപ്പെടും ഉറപ്പാണ്. അത്തരൊരു സാഹചര്യത്തിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി, സാമർഥ്യത്തിന് വഴങ്ങി അയാൾക്ക് വാങ്ങിക്കുന്നതിന് പകരം അയാൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയത്ത് എനിക്ക് 150 രൂപ അല്ലെങ്കിൽ 190 രൂപ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട, ഇതിന്റെ ഉപകാരം ഇന്നതാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചാൽ പിന്നൊരു ദിവസം ഈ വിഷയത്തിന്റെ ആവശ്യകത ഓർമ്മ വരുമ്പോൾ ആദ്യം ഓർക്കുക തന്നെയാണ്. അതല്ല ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് പെടുത്തിയാൽ അദ്ദേഹം ഇനി ഈ കമ്പനിയുടെ ഒരു ഓർമ്മ വരുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരിക അയാൾ എത്തുന്നു വാങ്ങണ്ട, അയാൾ ഇനി സാധനം എനിക്ക് ഉപകാരപ്പെടാത്ത വേറൊരു സാധനം കൂടി എന്നെ കൊണ്ട് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേറെ ആരെങ്കിലും വാങ്ങാം എന്ന് അയാൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ സത്യസന്ധതയും ഇത്തരം മൂല്യങ്ങളും മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാകരുത് എന്ന ചിന്തയും എപ്പോഴും നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ നയിച്ചാൽ അത് ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരാൻ നമ്മെ സഹായിക്കും. ഇത് മാത്രമല്ല, ബിസിനസ് എത്തിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നതുമാണ് നമ്മുടെ ഈ സംവിധാനത്തിൽ നമ്മുടെ കൂടെ ഇടപെടുന്ന ലീഡേഴ്സ്. പിന്നെ പ്രത്യേകിച്ച് ഹരീഷ്ണ സാറൊക്കെ പലപ്പോഴും നമ്മളെ ഒരു വിഷയം വന്നാൽ ആവശ്യത്തിന് സർവീസ് ചെയ്യാൻ നിതാന്ത ജാഗ്രത പുലർത്തുകയും അതിനാവശ്യമായ ഒരു സഹായം ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ആ നിറഞ്ഞ മനസ്സ്. ചിലപ്പോൾ ഈ സിസ്റ്റം അനുസരിച്ച് അവർക്ക് വ്യക്തിപരമായി സാമ്പത്തിക ബെനിഫിറ്റ് ഇല്ലാത്ത സമയത്ത് പോലും അവരെന്ത് ചെയ്യുന്നു, പരസ്പരം സഹായിക്കുന്നു, പരസ്പരം സഹകരിക്കുന്നു, ആ ഉപകാരം ചെയ്യാൻ മനസ്സ് കാണിക്കുന്നു എന്നത് അവരുടെ വലുപ്പം വർദ്ധിക്കാനും അവരുടെ ആ വ്യക്തിപരമായ പ്രശസ്തിയുടെ വിശാലത വർദ്ധിപ്പിക്കാനും ഏറെ കാരണമാകുന്നത്. ഇത് ഈ സംവിധാനം നിരന്തരം ഇടപഴകുമ്പോൾ ഒരാളിൽ ഉണ്ടാക്കി തീർക്കുന്ന ഒരു നേട്ടമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു FSSൽ പങ്കെടുത്തപ്പോ പിന്നെ ബഹുമാനപ്പെട്ട ബെൽനി സാറുടെ ഒരു ക്ലാസ്, ആ ക്ലാസ് കേട്ടത് എനിക്ക് ഏറെ സന്തോഷം തോന്നി. കാരണം ആ ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ ഐക്യബോധവും പരസ്പരം ഒന്നാണ് എന്ന തോന്നലും നന്മകൾ പാലിക്കണം എന്ന തോന്നലും ഇതൊക്കെ ധാരാളമായി പ്രേരിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നതാണെന്ന് വളരെയേറെ സന്തോഷപൂർവ്വം ഞാനത് പലരോടും പങ്കുവെക്കാറുണ്ട്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മൂല്യങ്ങൾ, അതായത് കൂട്ടായി വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഇത്തരം പിന്നെ ഇടപെടലുകൾ വീണ്ടും വീണ്ടും നമ്മളിൽ പുതിയ സന്ദേശം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇവന്റുകൾ, പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇവന്റുകൾ സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ ഒരു വലിയ റിക്വസ്റ്റ് കൂടിയാണ്. ഇവന്റുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് പരമാവധി എല്ലാ വിഭാഗം ആൾക്കാരും ഉൾക്കൊള്ളുന്ന മൂല്യമുള്ള ആക്ടിവിറ്റീസുകൾ ആഡ് ഓൺ ചെയ്യുകയും പരമാവധി അത് മൂല്യങ്ങളെ ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നതും ഒരു സമൂഹം ഉൾക്കൊള്ളുന്ന നല്ല നല്ല വശങ്ങളെ ഉൾക്കൊള്ളുന്ന അത്തരം ഏരിയകളുള്ള ആക്ടിവിറ്റി കൂടി ഇവന്റിൽ കൊണ്ടുവന്നാൽ ഇവന്റ് മാനേജ്മെന്റ് ടെക്നിക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ സമൂഹത്തിന് നൽകുന്ന നല്ല മെസ്സേജ് അത് നമ്മുടെ ഈ ഇത്തരം പ്രോഗ്രാമുകളിൽ നന്നായിട്ട് ഉപകരിക്കും. ഉദാഹരണത്തിന് ഏത് മതവിശ്വാസിയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ പൊതുവായ ഒരു മനുഷ്യന്റെ പിന്നെ ഒരു താല്പര്യമാണ് ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ഒരു പങ്കാളിയായി ഇണയായി ജീവിക്കുന്ന സമയത്ത് എന്റെ ഒരു ജീവിത പങ്കാളി മറ്റൊരാളുടെ കൂടെ സ്വകാര്യ ജീവിതം പങ്കുവെക്കുന്നത് ആർക്കും ഒരു മൂല്യമായി കാണുകയില്ല. അതിപ്പോ ലോകോത്തര രാജ്യങ്ങളിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയയുടെ രാജ്യത്ത് ഉന്നത തലത്തിൽ നിൽക്കുന്നവരോ അങ്ങനെ ലോകരാജ്യങ്ങളിലെ സമൂഹം ഉന്നതരാണെന്ന് കണക്കാക്കുന്നവർ അവരാരും അവരവരുടെ ജീവിത പങ്കാളിയെ ഇതുപോലെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊരു മാനുഷികമായ ഒരു സംഗതിയാണ്.
അത്തരം പിന്നെ ഒരു മൂല്യം, അതായത് പരസ്പരം ഇണയും തുണയുമായി ജീവിക്കുന്ന ജീവിത പങ്കാളികൾ അവരുടെ സ്വകാര്യതകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്ന അവസരങ്ങൾ, അത് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം സംഗതികൾ നമ്മൾ പ്രോഗ്രാമും ഇവന്റ് മാനേജർ ടെക്നിക്കും ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ വളർച്ച ഉണ്ടാവുകയും അത് കൂടുതൽ സമൂഹത്തിന് ഒരു ധൈര്യം ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം സംവിധാനങ്ങളിൽ വളരാൻ. ഇപ്പൊ ഇവിടെ ബിസിനസ് മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് സ്കില്ലുകൾ. സ്കില്ലുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. വെൽനി സാറുടെ ക്ലാസ്സുകളിലൊക്കെ അത് നിരന്തരം നല്ല രീതിയിൽ അതിന്റെ പിന്നെ നർമ്മങ്ങൾ ചേരേണ്ട രീതി അളവിൽ കൃത്യമായി നർമ്മങ്ങൾ ചേർത്തും, അതുപോലെ പിന്നെ ഉദാഹരണങ്ങൾ ചേർക്കേണ്ട സ്ഥാനത്ത് കൃത്യമായ ഉദാഹരണങ്ങൾ ചേർത്തും, ആശയത്തിന്റെ ഗാംഭീര്യത വേണ്ടെടുത്ത് ആശയത്തിന്റെ ഗാംഭീര്യം ചേർത്തൊക്കെ നിരന്തരം നമുക്ക് ആ ക്ലാസ് കിട്ടാറുണ്ട്. അതിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പറയുമ്പോൾ കൃത്യമായി പറയാറുള്ള ഒന്നാണ് സ്കില്ലുകൾ. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അയാളോട് പേര് ചോദിക്കുക എന്നത് സ്വാഭാവികമായ ഒരു നല്ല പരിചയപ്പെടൽ രീതിയാണ്. പക്ഷെ അവിടെ ഒരു ടോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. സാധാരണ പോസിറ്റീവ് സൈക്കോളജിയിൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് DA, ആ DAയുടെ ആകത്തുക ടോൺ ഓഫ് വോയിസ് ആണ്. ഉദാഹരണത്തിന് ഞാൻ ഒരാൾ ചോദിക്കുന്നു നിങ്ങളെ പേരെന്താണ്, ആ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് ഒന്ന് ഒരു മധുരം ചേർത്ത് ചോദിക്കാൻ പറ്റിയാൽ അദ്ദേഹത്തെ നന്നായിട്ട് അത് ആകർഷിക്കാൻ നമ്മൾ സഹായിക്കും. ഇപ്പൊ എന്താ നിങ്ങളെ പേര് എന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് പിന്നെ എന്റെ പേര് ഇന്നതാണ്, നിങ്ങളുടെ പേര് എന്ന് ചോദിക്കുമ്പോഴേക്ക് അതിനെന്ത് വന്നു, ടോൺ ഓഫ് വോയിസ് വളരെ പോസിറ്റീവായി മാറി. ഇത് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. ഒരാവശ്യമില്ലാത്തൊരു സംസാരം ഒരാൾ വീട്ടിൽ ചോദിച്ചിട്ട് നിങ്ങൾ എന്തെടുക്കുക കിടക്കായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം സന്തോഷമല്ലേ, ഒരു നല്ല വാക്കിലൂടെ മാത്രം അത് ഒതുക്കിയാൽ അത് കമ്മ്യൂണിക്കേഷൻ സ്പീഡാകാനും കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ക്ലിക്ക് ആകാനും അത് ഉപകാരപ്പെടും. ഇതുപോലെ മറ്റൊന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, ബിസിനസ്സുകാർക്ക് ഏറ്റവും പ്രധാനമാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റേറ്റുകളൊക്കെ മനസ്സിലാക്കണം. ഇപ്പോ ഒരു വീട്ടിലേക്ക് ചെന്ന് നമ്മൾ അല്ലെങ്കിൽ മറ്റൊരാളോട് എവിടെ വെച്ചായാലും ശരി, നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയോ ബിസിനസ് പരിചയപ്പെടുത്താൻ വേണ്ടിയോ ഒരാളെടുത്ത് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ ചിലർ CP പൊസിഷനിൽ നിൽക്കുന്നവരുണ്ടാവും. എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാരന്റിങ് എന്നാണ് അതിന് പറയാം. അതായത് ഒരാളോട് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇയാൾ എന്നെ പെടുത്താൻ വരികയാണെന്നും ഇയാളുടെ ആവശ്യം നേടാൻ വരികയാണെന്നും എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പെരുമാറുന്ന സമയത്ത് അതിനെ ഗണ്ണിക്കുകയോ അതിനെതിരെ ഒരു മത്സര ബുദ്ധിയോടെ അയാളെ കീഴ്പ്പെടുത്തുകയോ ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തോട് പിന്നെ ഒന്ന് ആ വിനയം പ്രകടിപ്പിച്ച് അദ്ദേഹത്തെ ഒന്ന് പരിഗണിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകളും ഒന്ന് രണ്ട് പ്രധാന ഇടപെടലുകളും നടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു അഡൽസിലേക്ക് അഥവാ ഒരു ഒന്നും കൂടെ പിന്നെ നിലവാരമുള്ളിടത്തേക്ക് അദ്ദേഹം ഇറങ്ങി വരുന്നത് കാണും. ആ നിലവാരമുള്ളിടത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, അതായത് നമ്മളതിന് പറയാ, അയാൾ ഈ ക്രിട്ടിക്കൽ പാരന്റിങ്ങിലേക്ക്, അതായത് വിമർശനാത്മക ചിന്തയിലേക്ക്, ഒരു കുറ്റപ്പെടുത്തുന്ന ചിന്തയിലേക്ക്, പ്രതിരോധ ചിന്തയിലേക്ക് അദ്ദേഹം ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചൈൽഡിലേക്ക് ഇറങ്ങുക, അഥവാ നർച്ചറൽ പാരന്റിങ്ങിൽ നിന്ന് മാറി ഒന്നുകൂടി ചൈൽഡിലേക്ക് ഇറങ്ങുക. അപ്പൊ അദ്ദേഹത്തിന്റെ നിലവാരങ്ങൾ, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഒന്ന് കേട്ട്, സംഘം നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ചൊക്കെ നല്ല പിന്നെ കാർക്കശ്യമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നല്ല സൂക്ഷ്മത ഉണ്ട്, ശ്രദ്ധയുണ്ട് എന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഇത്രയും ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചൈൽഡിലേക്ക് ഇറങ്ങി അദ്ദേഹവും എന്ത് ചെയ്യും, അഡൽറ്റിലേക്ക് ഇറങ്ങും. അഡൽറ്റിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കേൾക്കുന്ന മനസ്സിലേക്ക്, ഇനി അദ്ദേഹത്തിന് വല്ലതും പറഞ്ഞാൽ എന്താണെന്ന് ശ്രദ്ധിക്കാം എന്ന മനസ്സിലേക്ക് വരുമ്പോൾ സംസാരിച്ചു തുടങ്ങിയാൽ അവിടെ നമ്മൾ സംസാരിക്കുന്നത് ക്ലിക്കാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒന്നാണ് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്വഭാവം. സ്വഭാവം എന്ന് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് കാണാം. എന്താ സ്വഭാവം? നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ചിരിക്കുക. അപ്പൊ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണോ സ്വഭാവം? അല്ല, ചിരിക്കുന്നത് സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ സ്വഭാവത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മറ്റൊരാളോട് നമ്മൾ പെരുമാറുന്ന സമയത്ത്, അഭിമുഖീകരിക്കുന്ന സമയത്ത്
അയാളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സ്വഭാവം. പക്ഷെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്താണ് ആ കണ്ടീഷൻ? നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന ആ പ്രവർത്തനം, അത് ഞാൻ ചെയ്യുന്ന രീതി 2 രീതിയുണ്ട്. ഒന്ന് അതെന്റെ ഒരു സ്കില്ലാണ്, മറ്റൊന്ന് അതെന്റെ കേവലം ആക്ഷനാണ്, അഥവാ ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ അതിനെ ഒരു ഉദാഹരിച്ച് പറയും. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിനെ പലപ്പോഴായിട്ട് പലയിടത്ത് വെച്ച് കാണാറുണ്ട്. കണ്ടാൽ ഞാൻ അദ്ദേഹത്തോട് ചിരിക്കാറില്ല, മുഖം കൊടുക്കാറില്ല, അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയുള്ള ഞാന് അദ്ദേഹത്തെ എനിക്കൊരു ഉപകാരത്തിന് ആവശ്യമുണ്ട്, അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചിരിക്കുന്നു, വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നു. അത് ഇൻസിഡന്റ് ആണ്, അതെന്റെ സ്വഭാവമല്ല. എന്റെ സ്വഭാവമാണെങ്കിൽ ഞാൻ അത് എനിക്ക് ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത്, അയാൾക്ക് ഒന്ന് ഫേസ് കൊടുക്കുക എന്നുള്ളത്, അയാൾ ഷെയ്ക്കാൻഡ് കൊടുക്കൽ പോസിബിൾ ആണെങ്കിൽ ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കുക എന്നുള്ളത് അതെന്റെ സ്ഥിര സ്വഭാവമാണ്. എനിക്കത് ചെയ്യണം, അത് ചെയ്തേ എനിക്ക് പറ്റൂ. അതെന്റെ സ്വാഭാവികമായി വരുന്ന പ്രവണതയാണെങ്കിൽ അതെന്റെ സ്വഭാവം സ്കിൽ ലെവലാണ്. അതിനെ സ്വഭാവം ശരിക്കും പറയുള്ളൂ. അവിടെ മറ്റൊരു വശമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ സ്വഭാവം കാണിക്കാത്തപ്പോഴും സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് ഞാനിങ്ങനെ എന്തോ ഒരു ആക്സിഡന്റോ ഒരു പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വേറെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയാണ്, അതല്ലെങ്കിൽ എന്തോ ഒരു കാൽക്കുലേഷൻ നടത്തുകയാണ്. അതിനിടയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ മുന്നോട്ട് പോയാൽ ഞാൻ കണ്ടിട്ടില്ല. ആ കാണാത്ത സമയത്ത് എന്റെ സ്വഭാവം തന്നെയാണ് നല്ല പെരുമാറ്റം, പക്ഷെ അത് മറ്റൊരു കാരണം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ പല്ല് പറിച്ചിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടിരിക്കുകയാണ്, ആ ചിരിച്ചാൽ ഈ മസിൽ ഇളകിയ പെയിൻ ഉണ്ടാകും, അപ്പൊ ഞാൻ ചിരിക്കുന്നില്ല. പക്ഷെ ചിരിക്കുന്നില്ലെങ്കിലും ആ ചിരി എന്റെ സ്വഭാവം തന്നെയാണ്. ഇതാണ് സ്വഭാവത്തിന്റെ ഒരു അളവ്. ഇനി ഞാൻ എല്ലായിടത്തും നമുക്ക് ഉപകാരപ്പെടുന്ന സ്വഭാവത്തിലെ പ്രത്യക്ഷമായ 1-2 ആക്ടിവിറ്റീസുകൾ പറയാം, 1-2 ആക്ഷനുകൾ പറയാം. ഒന്ന്, മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്ന ഒന്നാണ് ഐ കോണ്ടാക്ട്, മുഖം കൊടുക്കുക. നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പരിശീലനമായി അത് മാറും. പക്ഷേ ഇത് നിങ്ങൾക്ക് ബിസിനസിന്റെ ഭാഗമായി പരിശീലിക്കുന്ന സമയത്ത് അത് ക്വാളിറ്റി ആകണമെങ്കിൽ ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഞാനത് പരിശീലിക്കേണ്ടത്, ഞാനൊരു കുടുംബനാഥനാണെങ്കിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെ അടുത്താണ് അത് പരിശീലിക്കേണ്ടത്. അവിടെ അത് പരിശീലിക്കാതെ നാട്ടിലുള്ളവരോടെല്ലാം ഞാൻ പുഞ്ചിരിക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്നത് അപ്പോഴും സ്വഭാവമാണ് എന്ന് പറയാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു പ്രധാന ഇൻസിഡന്റ് വരുമ്പോൾ നമുക്കത് കഴിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും. ഒരു പ്രധാന വിഷയം വരുമ്പോൾ അപ്പൊ നമ്മളോടെല്ലാം മറന്നു പോകും. അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ ആദ്യം പരിശീലിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരെടുത്ത് പരിശീലിക്കണം. അവരെടുത്ത് പരിശീലിച്ചിട്ട് പുറത്തും കൂടി പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഐ കോണ്ടാക്ട്, ഞാനൊരു 5 കാര്യം പറയാം. 2, സ്മൈൽ. ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് തന്നെ വളരെ മൂല്യമുള്ളതും വളരെയേറെ വിശാലത ഉള്ളതുമാണ്. എന്താണെന്നറിയോ, ഞാൻ ഈ അടുത്ത് എന്നോടൊരാള് പറഞ്ഞു, ഒരു സ്ഥാപനം, എന്റെ പ്രധാനപ്പെട്ട ഏരിയ, ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രൗച്ച് ലെവൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് അക്കാദമിക് ലെവൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലെവലിലുള്ള ട്രെയിനിങ് ആണ്, പ്രത്യേകിച്ച് ട്രെയിനേഴ്സ് ട്രെയിനിങ് ആണ്. വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഫിനിഷ് എഡ്യൂക്കേഷൻ എന്നതിന്റെ മറ്റൊരു വേഴ്സൺ. അത് നമ്മുടെ നാടിനെ പ്രധാനമായി ശ്രദ്ധിച്ചുകൊണ്ടും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലെ ഒരു സ്ഥാപനത്തിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഉപകാരങ്ങൾ എൻ്റെ ഒരു സ്റ്റാഫിന് ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം എനിക്കൊരു ഭാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ടതില്ലേ, പലരും കഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരു ദിവസം ഒരു പേരന്റ് എന്നോട് പറഞ്ഞു, ഞാന് 6 മാസത്തേക്ക് ലീവിന് വന്നിട്ട് ഇപ്പോ 3 മാസം തികഞ്ഞിട്ടില്ല, തിരിച്ചു പോകുന്നത് 17 വയസ്സുകാരായ എന്റെ മോനെ പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ തിരിച്ചു പോകുന്നത്. അവൻ സിസ്പാക്ക് ആണ്, ഞാൻ അവന് ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ അവന് വലിയ 80,000-ന്റെ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവനെ പേടിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ തിരിച്ചു പോകുന്നത്. അവൻ എന്നോട് ഭയങ്കര വിദ്വേഷമാണ്, അവനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, എന്നിട്ട് പോലും ഞാൻ ഇങ്ങനെയായി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിലെ
ഏറ്റവും ഫലപ്രദമായ ഒരു ആക്ഷൻ അത് ഐ കോണ്ടാക്ട് ആണ്. നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ മുഖം കൊടുക്കുക. ഈ മക്കളോടായാലും ഏതൊരു മനുഷ്യനോടും മുഖം കൊടുത്ത് ശീലിക്കണം. മുഖം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ മുഖത്തേക്ക് നോക്കുമ്പോൾ പരിഗണനയുടെ പേരിൽ അയാളുടെ മുഖത്തേക്ക് നോക്കും. ഞാനിപ്പോ ഒരു ഓഫീസറായി, ഒരു പഞ്ചായത്ത് ഓഫീസറായി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറായി ഇരിക്കുമ്പോൾ എന്റെ മുമ്പിലേക്ക് വരുന്ന ഒരാള് അയാളുടെ എന്തോ ഒരു ആവശ്യം നേടാൻ വേണ്ടി വരുന്ന സമൂഹത്തിൽ ആരും അല്ലാത്ത ഒരാളാണ്. അയാൾക്ക് മുഖം കൊടുക്കാൻ ഞാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വില്ലേജ് ഓഫീസറുടെ സ്ഥാനം അഴുക്കുചാലാണ്. അയാളുടെ മനസ്സ് ആ സമയത്ത് അഴുക്കുചാലാണ്. അഴുക്കുചാലിനേക്കാളും വൃത്തികേടാണ്. ശരിക്ക് അയാൾക്ക് എന്ത് വേണം? അയാളുടെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കാണുന്ന സമയത്ത് അയാൾക്ക് ഫേസ് കൊടുക്കാൻ പറ്റണം, അയാൾ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ വളർച്ച അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ഗ്രോത്ത്, അയാളുടെ പേഴ്സണൽ പൊസിഷൻ ഇരിക്കുന്നത് അഴുക്കുചാലിലാണ്. അതിന് പകരം നമുക്ക് മനുഷ്യനാകണമെങ്കിൽ അയാൾക്ക് ഉണ്ടാകേണ്ട യോഗ്യതയാണ്. ജാതീയതയും വിഭാഗീയതയും വർഗീയതയും ഒക്കെ വരുന്നത് ഇവിടെ നിന്ന്. ഒരാൾക്ക് എന്ത് ചെയ്യണം? മനുഷ്യൻ എന്ന രീതിയിൽ ഏതൊരു മനുഷ്യനെ കാണുമ്പോഴും വേണ്ട, ഒരു ജീവിയെ കാണുമ്പോഴും ആ ജീവിയോട് പോലും ഒരു മനുഷ്യന് ആ ജീവിയെ ഈ പ്രപഞ്ചത്തിലെ ഒരു പ്രധാന ഒരു ഭാഗമായി ആ ജീവിയെ കാണാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാകണം. ആ മനസ്സുണ്ടെങ്കിലേ മനുഷ്യന്റെ മനസ്സിന് സ്വസ്ഥതയുണ്ടാകും. അപ്പൊ ഐ കോണ്ടാക്ട് എന്നത് ഒരു ബിസിനസ് ഏരിയയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ സ്വഭാവത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരന്തരം. പക്ഷെ ഇത് നോക്കുന്നത് കൊണ്ട് എന്ത് ഫീൽ ചെയ്യണം? ഒരു ഓഫീസർ വരുന്ന ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ എന്തിനാണ് ഇവിടെ കടന്നു വന്നത് എന്ന് തോന്നുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. മറിച്ച് ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നു എന്ന് തോന്നുന്ന ഒരു 3 സെക്കൻഡ് ഉള്ള ഒരു നോട്ടം മതി. 3 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന, അത്രയും വേണ്ട, അതിനേക്കാളും ആ അറ്റൻഷൻ സ്പേം അതിനേക്കാളും താഴെ വരുമ്പോൾ ഇഫക്റ്റ് ചെയ്യും. രണ്ടാമത്തത് സ്മൈൽ. ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ ചലിപ്പിക്കുന്നതും മനസ്സിന് എനർജി നൽകുന്നതുമാണ് ജസ്റ്റ് സ്മൈൽ. ആ പുഞ്ചിരി അത് വലിയ നേട്ടം ഉണ്ടാക്കും, വലിയ ഫലം ഉണ്ടാക്കും. സ്വഭാവത്തിലെ വളരെ ഫലപ്രദമായ 2 കാര്യം. ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ആ ഫോൺ 80,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം മക്കളോട് ഈ ഒരു ആക്ടിവിറ്റി പരിശീലിച്ചിരുന്നെങ്കിൽ ആ പിതാവിന് ഈ അധോഗതി വരുമായിരുന്നില്ല. അതുപോലെ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയൊന്നും ആ മനുഷ്യനെ സഹായിക്കണമായിരുന്നില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടിയിരുന്നത് ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഈ 5 കാര്യം പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതായിരുന്നു ലാഭം. എന്താ? 1 ഐ കോണ്ടാക്ട്, 2 സ്മൈൽ. ചെലവില്ല, വളരെ റിസ്ക് കുറവാണ്. ഇപ്പൊ മാതാപിതാക്കൾക്കൊക്കെ അബദ്ധം പറ്റുന്നത്, ഞാനിപ്പോ പാരന്റിങ് പറയുന്നില്ല, മാതാപിതാക്കൾക്കൊക്കെ അബദ്ധം പറ്റുന്നത് എവിടെയാ? ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വഭാവമായി ഇതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ സ്കിൽ ലെവൽ വേണമെന്ന് മാത്രം. രണ്ടാമത്തതാണ് സ്മൈൽ, പുഞ്ചിരിക്കുക. മൂന്നാമത്തത് എന്ത് ചെയ്യാം? അഭിവാദ്യങ്ങൾ. ഇപ്പൊ മുസ്ലിംസ് പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നു. അതുപോലെ നമ്മൾ മലയാളികൾ പരസ്പരം കാണുന്ന സമയത്ത് നമസ്കാരം എന്ന് പറയുന്നു. ഇതൊക്കെ അഭിവാദ്യങ്ങളാണ്. ഈ അഭിവാദ്യങ്ങൾ ഇപ്പോ ഒരു സ്കൂളിലേക്ക് കടന്നു വരുമ്പോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. അതുപോലുള്ള അഭിവാദ്യ രീതികൾ മൂന്നാമത്തത്. പക്ഷെ ഇതും എന്തും ഒരു ഡിമാൻഡ് ഉണ്ട്. ഈ ഞാൻ പറയാൻ പോകുന്ന 5 കാര്യത്തിനുള്ള ഡിമാൻഡ് സന്തോഷം കൈമാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. സന്തോഷം കൈമാറാൻ വേണ്ടി ഇത് ചെയ്യണം എന്നത് അതിന്റെ ഡിമാൻഡാണ്. അപ്പൊ മൂന്നാമത്തതാണ് അഭിവാദ്യം. നാലാമത്തതാണ് അപ്രിസിയേറ്റ് ചെയ്യുക, ഒരാളെ അഭിനന്ദിക്കുക. ഇപ്പൊ മക്കളൊക്കെ ആണെങ്കിൽ നല്ല മോൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരാളെ ഒരു മുതിർന്നവർ തമ്മിൽ കാണാൻ സന്തോഷമായിട്ടോ കണ്ടത്, എന്തുകൊണ്ട് വിശേഷം, സന്തോഷമല്ലേ, ഇങ്ങനെ ചോദിക്കാം. അവിടെ വിശേഷം ചോദിക്കുന്ന സമയത്ത് ചില ഏരിയകളിലൊക്കെ അല്ലെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ കാണാം ഇപ്പൊ ഒരു വിശദമായ ചോദ്യം, ഇതെവിടെയാ പോകുന്നത്, അവിടെ എന്തിനാ പോകുന്നത്, ആ ചോദ്യം കഴിയുന്നത് എന്ത് ചെയ്യണം? ഒരാൾക്ക് ഉത്തരം പറയാൻ ഇഷ്ടമുള്ള ചോദ്യമേ ഇതിന്റെ പേരിൽ ചോദിക്കാവൂ. ഇപ്പൊ സന്തോഷല്ലേ, ഹാപ്പി അല്ലേ എന്ന് ചോദിക്കാൻ പ്രയാസമില്ല. അറബിയിലാണ് കൈഫാലത്തിന് ചോദിക്കുന്നു, ഇംഗ്ലീഷിലാണെങ്കിൽ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു, മലയാളത്തിലാണെങ്കിൽ സന്തോഷല്ലേ എന്ന് ചോദിക്കും. ആ ചോദ്യം അതും ഒരാൾക്ക് പറയാൻ സന്തോഷം ഉണ്ടെങ്കിൽ, ഇപ്പോ എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഉത്തരം പറയാൻ സന്തോഷമാണെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ ആ ചോദ്യം വരരുത്. പറയാൻ ഇഷ്ടമുള്ള ഉത്തരങ്ങൾ വരുന്ന രീതിയിലുള്ള ചോദ്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് ചോദിക്കേണ്ടത്. ഇപ്പൊ മക്കളോടൊക്കെ ആണെങ്കിൽ
നല്ലമോൻ എന്ന് പറയുന്ന ഒരു വാക്ക്, മുതിർന്നവരാണെങ്കിൽ ഒരു സന്തോഷം തന്നെയല്ലേ, കുടുംബമൊക്കെ അങ്ങനെ പോകുന്നു എന്ന് ഒന്ന് ചോദിക്കുക. അയാൾക്ക് ഉത്തരം പറയാൻ സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു ചോദ്യം. അപ്പൊ 4 കാര്യമായി. 5ാമത്തതാണ് ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് പോസിബിൾ ആണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യും. വേറെ ഏതോന്റെ ഭാര്യയാണ് ഒരു അവരെ അങ്ങാടിയിൽ വെച്ചോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് വെച്ചോ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്, അത് അത്ര നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പരസ്പരം സ്നേഹം ഉണ്ട് എന്ന് തോന്നിക്കുന്ന, പരസ്പരം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ ടച്ച്, ആ ഫിസിക്കൽ ടച്ച് അത് വളരെ നല്ലതാണ്. ഈ ഫിസിക്കൽ ടച്ചിന്റെ സ്ഥാനത്ത് ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കൈകൊണ്ടുള്ള ആക്ഷനോ ഇതൊക്കെ എന്ത് ചെയ്യും, സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരം ഒരു ആക്ഷൻ, ഈ 5 കാര്യങ്ങൾ നമ്മുടെ ഒരു പ്രധാന പെരുമാറ്റ രീതിയായി വന്നാൽ, ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ള ആക്ഷനായിട്ട് വന്നാൽ, ബിസിനസ് എന്ന് മാത്രമല്ല ലൈഫ് എൻഡയർ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും നമുക്ക് ഇതുപോലെ പരിമളമാക്കി എടുക്കാൻ പറ്റും, ഗംഭീരമാക്കി എടുക്കാൻ പറ്റും. അപ്പോ ഞാൻ ഇന്ന് സൂചിപ്പിച്ചതിന്റെ പ്രധാന ഭാഗങ്ങൾ, ഒരു ബിസിനസ്സിൽ ഇടപെടുന്ന സമയത്ത് ഒരാളുടെ പ്രധാന എത്തിക്സ്, അയാൾക്ക് തന്റെ കൺസ്യൂമർ, തന്റെ മുമ്പിലെ ജനങ്ങൾ അവരുടെ സമയമോ സമ്പത്തോ അവരുടെ പ്രധാന മൂല്യങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി, അത് ഒരു ബിസിനസ്സുകാരന്റെ വളർച്ചയിൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എത്തിക്സ് ആണ്. നിയമങ്ങൾ, രാജ്യത്തിന്റെ നിയമമോ ഒരു മതം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ മത നിയമങ്ങളോ എവിടെയും ലംഘിക്കാതിരിക്കുക. പരസ്പരം നമ്മൾ കൈമാറി വരുന്ന ട്രഡീഷണൽ വാല്യൂസ്, കുടുംബങ്ങളുടെയൊക്കെ മൂല്യങ്ങൾ, അത് ലംഘിക്കാതിരിക്കുക. അതേസമയത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ തിരുത്തണം. ഉദാഹരണത്തിന് വളരെ ഇപ്പൊ ഒരാള് ബിസിനസ് ചെയ്യുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം വരെ ഒരാള് ബിസിനസ് കൺസൾട്ടേഷന്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് എന്നോട് ഒരാള് ബിസിനസ് തുടങ്ങുന്ന ഒരു സംരംഭത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു 10 ലക്ഷം രൂപ ചെലവിട്ടിട്ട് ഒരു ബേക്കറി ഐറ്റംസ് നിർമ്മിക്കുന്ന, അതിന്റെ വളരെ അതിനൂതനമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനം ആരംഭിക്കാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം ഉണ്ടോ? ഇല്ല. അത് എങ്ങനെ ചെയ്യും? അത് ഞാൻ കളക്ട് ചെയ്യണം. രണ്ടാമത്തത്, അതിന്റെ മെഷീനറി ഏരിയകൾ അതെങ്ങനെ സെറ്റ് ചെയ്യും? അതിന് ഇന്ന വർക്ക് ചെയ്യണം, അതിൻ്റെതായ ഡിസൈനിങ് നടക്കണം. അങ്ങനെ തുടങ്ങി അതിന്റെ ഒരു ആക്ഷനബിൾ മൂവ്മെന്റ് അഥവാ പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഭാഗങ്ങൾ, അത് പൂർത്തിയാകാൻ എത്ര സമയം എടുക്കും? എന്തായാലും ഒരു 3-4 മാസം എടുക്കും അതിനിറങ്ങാനെങ്കിൽ. അത് ഒരു ആക്ഷൻ മോഡിലേക്ക്, അതായത് അതൊന്ന് പ്രൊഡക്റ്റീവായിട്ട് വരണമെങ്കിൽ ഒരു 6 മാസം എടുക്കും. അങ്ങനെ പ്രൊഡക്റ്റീവായി വന്നാൽ പെർ മന്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇൻകം എന്താണെന്ന് ചോദിച്ചു. അത് 3 ലക്ഷം 30,000 രൂപ കിട്ടും. അപ്പോ 6 മാസത്തിലേറെ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലോടുകൂടെ ആ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് കിട്ടാനിരിക്കുന്നത് ഇതാണ് ട്രഡീഷണൽ ബിസിനസ്സുകളുടെ നിലനിൽക്കുന്ന ഒരു ശൈലി. അവിടെ അദ്ദേഹത്തോട് ഞാൻ ഒന്നും മിണ്ടാതിരുന്നാൽ അതൊരു അന്യായമാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ടിന്റെ ഒരു 4/1 എഫേർട്ട് നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ഇത്തരം ഒരു കമ്പനികൾ ഞാൻ പറഞ്ഞിട്ട്, ഇതിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു, ഒരുപാട് ചോദ്യങ്ങൾ. എങ്ങനെ സമൂഹത്തിന്റെ ഭാഗമായി, ഇപ്പൊ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ട്, ആ നെഗറ്റീവുകൾ അങ്ങനെ പ്രതിരോധിക്കാം, സമൂഹം എങ്ങനെ നോക്കിക്കാണും, എങ്ങനെയാണ് സമൂഹത്തെ ഇത് അറിയിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്തരം ചോദ്യങ്ങൾ അതിന്റെ എന്താണ് ഒരു വരാൻ പോകുന്ന അഡീഷണൽ ക്വസ്റ്റ്യനുകളാണ്. അതായത് ഇന്റർനാഷണൽ ഇടപെടുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഗതികളാണ്. അതിന് കൃത്യമായി ഈ സംവിധാനത്തിൽ മുന്നോട്ട് പോയവരുടെ എക്സ്പീരിയൻസുകളുണ്ട്. വലിയ വിജയകരമായി മുന്നോട്ട് പോയവരുടെ എക്സ്പീരിയൻസും, അതിൽ നല്ല വ്യക്തിപരമായി നല്ല ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരും ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നവരും ഉണ്ട്. അവരിൽ നിന്നെല്ലാം ഇത്തരം സംവിധാനങ്ങളിലെ പ്രധാന ത്രെഡ്സ്, പ്രതിസന്ധികൾ, അത് പരിഹരിക്കാനും അത് ചോദിച്ചറിയാനും പരിഹാര സമയങ്ങൾ ഇടങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാം. ഇതായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, അവിടെ ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായമൊക്കെ എന്തെങ്കിലും വന്നേക്കാം. ഇയാള് ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ആളാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പലതും പറഞ്ഞിട്ട് അതിനൊരു നെഗറ്റീവായി കണ്ടേക്കാം. പക്ഷെ അവിടെ നമ്മൾ ഒരു സഹജീവിയോടുള്ള സ്നേഹം എന്ന രീതിയിൽ തിരുത്തേണ്ടത് തിരുത്തണം. പക്ഷെ അത് അതിര് കവിയരുത്. അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം പിടിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്
നേരായ വശങ്ങളും ശരിയായ വശങ്ങളും കാണിച്ചു കൊടുക്കുകയും അത് അദ്ദേഹത്തിന് അവൈലബിൾ ആക്കി കൊടുക്കാനുള്ള ഒരു സന്നദ്ധത എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന, അദ്ദേഹത്തിനെ പ്രഷർ ചെയ്ത് ഇടപെടുന്ന ശൈലി അത് നെഗറ്റീവ് ആകും. അത് പിന്നീട് പ്രയാസം ഉണ്ടാകും, പിന്നീട് അകൽച്ച ഉണ്ടാകും. ഈ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് വേറെ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മൂല്യങ്ങൾ പുലർത്തേണ്ട ഭാഗങ്ങൾ മൂല്യം പുലർത്തുകയും ചെയ്യുക. നമ്മുടെ പെരുമാറ്റ രീതിയും സ്വഭാവവും നമ്മുടെ പ്രധാനപ്പെട്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോ കോൾ ടു ആക്ഷൻ പോലെയുള്ള പ്രധാന ആക്ഷൻ ചിലരൊക്കെ ഉണ്ട്, ഒരു കഫനിൽ വിൽക്കാൻ അയാൾ 3 മണിക്കൂറാണ് സംസാരിക്കുന്നത്, അത് അവസാനം നോക്കുമ്പോൾ കഫനിൽ വെക്കാൻ അയാളോട് മറന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അത് കോൾ ടു ആക്ഷന്റെ ഒരു പ്രശ്നമാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ്സുകാരൻ ആവശ്യമുള്ള അളവിലേക്ക് ആ കമ്മ്യൂണിക്കേഷൻ ടൈമിനെ ഡ്യൂറേഷൻ സമയപരിധിയെ കൊണ്ടുവരികയും അത് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് അതിന്റെ മൂല്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് ഒരാളുടെ കഴിവാണ്, സ്കില്ലാണ്. ആ സ്കില്ലൊക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ നേട്ടമാണ്, വലിയ നന്മയാണ്. എപ്പോഴും സമൂഹത്തിൽ നമ്മൾ നന്മയുടെ വക്താക്കളാവുക, നന്മയുടെ പ്രചാരകരാകാൻ ഇഷ്ടപ്പെടുക, നമ്മൾ സ്വയം ജീവിതത്തിൽ നന്മകൾ കൊണ്ടുവരിക, അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മളത് ഉപയോഗിക്കുക, അതിന്റെ ഭാഗമാവുക. 6:50